പിന്നെ വീഡിയോ ഇടാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അധികവും മുമ്പത്തെ വീഡിയോൻ്റെ ഷോർട്സ് എല്ലാം ഫ്രീ ആയിട്ട് ഷോർട്സ് എല്ലാം ഇടുന്നുണ്ട്, റിമിക്സ് ആയിട്ട് ഷോർട്സ് ഇടുന്നുണ്ട്. അതായത് അപ്പം അങ്ങനെ ഇടുന്നത് പിന്നെ തെറ്റാണ് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ മുമ്പത്തെ വീഡിയോൻ്റെ റിമിക്സ് ഷോർട്സ് എടുത്തിട്ട് ഞാൻ ഇടുന്നുണ്ടത്. അപ്പോൾ ചാനലിങ്ങനെ വെറുതെ കൊണ്ടുവെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇട്ടെങ്കല്ല, വീഡിയോൻ്റെ ഷോർട്സ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നത്. വീഡിയോ ഇടാനും പറ്റുന്നില്ല. പിന്നെ ലൈവിൻ്റെ ഒരു ഷോർട്സ് ഇടുന്നു ഞാൻ അങ്ങനെ. അപ്പോൾ നിങ്ങളെല്ലാം അഭിപ്രായങ്ങളും എല്ലാം കമൻ്റായിട്ട് ഇടണം. അധികം ആൾക്കാർ വീഡിയോക്ക് കമൻ്റ് ഇടുന്നില്ല. ഞാൻ ബ്ലോഗായിട്ട് അങ്ങനെ ഞാൻ ചെയ്യല്ല, സ്കിറ്റായിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായത്. അതും ഇങ്ങനെ ആയിപ്പോയി. സ്കിറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാലോ. സ്കിറ്റ് വീഡിയോ എടുത്താൽ പിന്നെ അത് എഡിറ്റ് ആക്കാനും കുറേ സമയം വേണം, എടുക്കാനും കുറേ സമയം വേണം. ഓരോരോ റോളായിട്ട് വീഡിയോ എടുക്കണം, കുറേ സമയമെല്ലാം വേണം. അപ്പം അങ്ങനെ അത്ര സമയത്തേക്കെല്ലാം വീഡിയോ എടുക്കാൻ പറ്റില്ല എനിക്ക്. അപ്പോൾ ഇപ്പോൾ അരക്കാനിട്ടിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞിട്ടായിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് സമയം വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരുന്നത്. ഇങ്ങനെ അവർ വീഡിയോ ഒന്നും പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെന്ത് വേറെന്ത് വിശേഷങ്ങളും, പിന്നെ എൻ്റെ വിശേഷങ്ങളെല്ലാം ഞാനിങ്ങനെ പറഞ്ഞു കേൾക്കുന്നത് മാത്രമാണ്. പിന്നെ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ സപ്പോർട്ട് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ട് അങ്ങോട്ട് എത്തിച്ചാൽ മതി. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം എനിക്ക്. പിന്നെ അധികം ഞാൻ ഈ ഗൂഗിൾ പ്ലേ അങ്ങനെ ഇങ്ങനെ എന്നെല്ലാം പറഞ്ഞിട്ട് പൈസക്ക് വേണ്ടിയിട്ടൊന്നും വീഡിയോ ചെയ്യുന്നതല്ല, അതിന് വേണ്ടിയിട്ടൊന്നും വീഡിയോ ചെയ്യുന്നതല്ല. വീഡിയോ ഷെയർ ആക്കിയിട്ട് എല്ലാവരിലേക്ക് എത്തിച്ചാൽ അതൊരു ഉപകാരമാണ്. പിന്നെ വീഡിയോക്ക് സബ്സ്ക്രൈബറും പിന്നെ വ്യൂസും അതെല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ഉപകാരമാണ്. വാച്ച് ടൈം ഇതുവരെ കൂടിയിട്ടില്ല. ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലത്തിന് മുകളിലായി. ഇതുവരെ ആയിട്ട് എനിക്ക് 4000 വാച്ചവർ ആയിട്ടില്ല. 4000 വാച്ചവർ ആയെങ്കിലല്ല വീഡിയോസ് മോണിയാവും, ചാനൽ മോണിയാവുന്നത്. ചാനൽ മോണിയായിട്ടില്ല. അതിന് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണം എനിക്ക്. അതാണ് എൻ്റെ ആഗ്രഹം. പിന്നൊരു കാര്യവും ഇല്ലാതായിപ്പോയി. പിന്നെ പറഞ്ഞെങ്കിൽ ഇപ്പോൾ വീട് തയ്ക്കാൻ പറ്റില്ല, തുന്നാനും പറ്റില്ല, ഇത് രണ്ടും പറ്റില്ല. അപ്പോൾ ഇതുകൊണ്ടെങ്കിലും എന്തെങ്കിലും ഉപകാരം കിട്ടിക്കോട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യല്ലോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ 2000 സബ്സ്ക്രൈബർ ആയ എനിക്ക്. അപ്പോൾ ഇനിയും മുന്നിലോട്ട് എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം, നിങ്ങളെല്ലാവരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് എല്ലാവരും ശ്രമിക്കണം. വീഡിയോസ് എല്ലാം കാണാത്തവർക്കെല്ലാം എത്തിച്ചു കൊടുക്കുക. പിന്നെ അധികം ആൾക്കാർക്ക് അറിയാത്തതുണ്ടാവും. ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്ന കാര്യം അറിയാത്ത ആൾക്കാരും ഉണ്ടാവും ശരിക്കും. അപ്പോൾ ഞാൻ കുറേ സംസാരിച്ചിട്ട് സമയം കളയുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ.